ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയും അവരുടെ സാഹചര്യത്തെയും കഴിവുകളെയും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, അതനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും ഒക്കെ തന്നെ. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ വികാരം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിത ശൈലിയായിട്ടും സാഹചര്യമായിട്ടും ഒക്കെ ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ നല്ല താല്പര്യമുള്ള പങ്കാളികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില രീതികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ കഴിയുന്നവർക്ക് പോലും കാമത്തിൻ്റെ കാര്യത്തിനകത്ത് വ്യത്യസ്തമായ മനോഭാവമാണുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ബ്രെയിൻ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു അതനുസരിച്ചാണ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രവർത്തനവും വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കാമവികാരം കുറച്ച് കൂടുതലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റേതായിട്ടുള്ള കൺട്രോളിങ് പവറും ഉണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഇവരെപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമും കൂടുതലാണ്. വസ്ത്രധാരണത്തിനകത്ത് മാത്രമല്ല, ഫിസിക്കൽ ബോഡിയുടെ ഓരോ കാര്യത്തിനകത്തും അവർ വളരെ കോൺഷ്യസ് ആണ്. അതുപോലെ തന്നെ ശരീരത്തെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റപ്പാണ് ഇവർക്കുള്ളത്. ഏത് ഭാഗമാണ് അവരെ കൂടുതൽ ആനന്ദിപ്പിക്കുന്നതെന്നും ആത്മവിശ്വാസം കൊടുക്കുന്നതെന്നും ഒക്കെ അവർക്ക് നന്നായിട്ടറിയാം. തന്നെയല്ല, ചില ദിവസങ്ങളിൽ അവരുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയൊക്കെ ശക്തമായിട്ട് ഇത് ആഗ്രഹിക്കുന്നുമുണ്ട്. ഇനി ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും ഇതിനൊരു പ്രത്യേക പ്രാധാന്യം ഈ സമയങ്ങളിൽ അവർ കൊടുക്കുന്നുണ്ട്. ചിലർക്കാണെങ്കിൽ ചില വെറൈറ്റി രീതികൾ ചെയ്തെങ്കിലേ ഈ സമയത്തൊരു സംതൃപ്തിയുള്ളൂ. എന്നുവെച്ചാൽ സാധാരണ രീതി അല്ലാതെ മറ്റൊരു സാഹചര്യം സൃഷ്ടിച്ച് അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് പറ്റിയ ഒരു പങ്കാളിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ചിലർക്കാണെങ്കിൽ ഈ ഒരു കാര്യം നാവ് കൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ തൃപ്തി വരുത്തുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ ബ്രെയിൻ സിസ്റ്റം അതുമായിട്ട് കണ്ടീഷനിങ് ആയിട്ടുണ്ട്. തന്നെയല്ല, ഈ സമയത്ത് ഇവർ സങ്കല്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഫിസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, ആ സമയത്ത് ഒരാകാംക്ഷ ഉണ്ടാക്കുന്ന ഫാൻറ്റസിയും കൂടെ വേണം. ഈ സമയത്തുള്ള ഫാൻറ്റസി എന്ന് പറയുമ്പോൾ അത് വളരെയേറെ വ്യക്തിപരമാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ആ സമയത്ത് മാത്രമേ അങ്ങനെ വരുത്തുള്ളൂ. അത് പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിലുമല്ല. പിന്നീട് ഒരവസരത്തിൽ അവർ ഓർക്കുമ്പം അവർ തന്നെ ചിന്തിച്ചു പോകും, ഞാൻ തന്നെയാണോ ഇങ്ങനെ സങ്കല്പിച്ചതെന്ന്. ഈ സമയത്ത് വിരലുകൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് അവിടെ ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങൾ എന്നും അങ്ങനെ തന്നെ ഇരിക്കണം. അത് നമ്മൾ പ്രാക്ടിക്കലാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആ സമയത്ത് അത് ആക്ട് ചെയ്യുകയും വേണം. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാ രസങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബ്രെയിൻ കൊണ്ടാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം വളരെ ഫ്രീ ആയിരിക്കണം, റിലാക്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളി ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഷെയറിങ്ങിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഏത് രീതിയിൽ അത് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഏത് മെത്തേഡാണെങ്കിലും അത് ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടായിരിക്കണം ആ സമയത്ത്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള എല്ലാ പങ്കാളികളുടെ ഉദ്ദേശം എന്താണ്? പൂർണ്ണമായ സംതൃപ്തി. അപ്പോൾ എങ്ങനെയെങ്കിലും രതിമൂർച്ചയിൽ വരുന്നതിനുപരിയായിട്ട് ഏത് മാർഗത്തിൽ കൂടിയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ ദീർഘനാൾ നീണ്ടു നിൽക്കത്തുള്ളൂ. സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ മനസ്സ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സെന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ടുണ്ടാകുന്നത്. പങ്കാളിയോടാണെങ്കിലും ഈ സമയത്ത് സ്നേഹത്തിൻ്റെയും കാമത്തിൻ്റെയും കൂടെ ചേർന്നുള്ളൊരു ഊർജ്ജം വേണം ഉണ്ടാകേണ്ടത്. പലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പങ്കാളിയോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ കാമപരമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അതങ്ങോട്ട് കിട്ടുന്നില്ല. അതിനുവേണ്ടി രണ്ടു കൂട്ടരും അവരുടെ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ആകർഷണമാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി മനസ്സുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അവിടെയും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ വേണം. ശരിക്കും പറഞ്ഞാൽ ഈ ഫോർപ്ലേ ഒക്കെ വെച്ചിരിക്കുന്ന ഇതിനു വേണ്ടിയാണ്. ഈ സമയത്ത് വേണം ഈ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ടുണ്ടാവാൻ. ഈ സമയത്താണ് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ചില രീതികൾ പ്രയോഗിക്കേണ്ടത്. അതിനുവേണ്ടി പല രീതിയിലും പല വേഷത്തിലുമുള്ള സ്പർശനങ്ങൾ വളരെ പ്രയോജനകരമാണ്. അതുപോലെ ക്ലിറ്റോറിസിൻ്റെ ഭാഗത്തുള്ള ചില ക്രിയകൾ ബ്രെയിനിലേക്ക് കൂടുതലായി സന്ദേശം എത്തിക്കുന്നുണ്ട്.
മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവരേറ്റവും കൂടുതൽ സ്വയം മനസ്സിലാക്കുന്നതും അടുത്തറിയുന്നതും ആസ്വദിക്കുന്നതും എല്ലാം തന്നെ ഈ സ്നേഹത്തിൽ കൂടിയും കാമത്തിൽ കൂടിയുമാണ്. അതുകൊണ്ടാണ് കുറച്ചൊന്ന് അടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് സ്നേഹിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തി അവർക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഒരു രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലാണെങ്കിലും അവസാനം ലിംഗം കൊണ്ടും ചില ക്രിയകൾ ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഏത് ക്രിയയാണെങ്കിലും ബ്രെയിൻ സിസ്റ്റത്തിന് അതുമായിട്ട് റാപ്പോർട്ട് ആകാനുള്ള സമയം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.